സംഹാര താണ്ഡവമാടിയ വയനാടിന്റെ കണ്ണീരൊപ്പാനുള്ള സഹായനിധിയിലേക്ക് കർക്കിടക തെയ്യത്തിന്റെ ആദ്യ ദിനത്തിലെ തൊഴുതുവരവ് മുഴുവൻ നൽകി കർക്കിടക തെയ്യം. ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്കാണ് കർക്കിടക തെയ്യം തലപ്പാളി വെച്ച ആദ്യ ദിനത്തെ തുക സംഭാവന ചെയ്തത്. വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റി അനുഗ്രഹം ചൊരിയാൻ വീടുകളിലെത്തിയ ആടിവേടൻ തെയ്യമാണ് വയനാട്ടിലെ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ചത്. മാനവികതയുടെ സന്ദേശം പകർന്ന് തലപ്പാളി വെച്ച ആദ്യ ദിനം തന്നെ തനിക്ക് ലഭിച്ച തൊഴുതുവരവാണ് എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള സഹായനിധിയിലേക്ക് നൽകിയത്. കൊടക്കാട് ഓലാട്ടെ പ്രശാന്ത് പണിക്കർ അനുപമ ദമ്പതികളുടെ മകൻ പ്രയാൻ പ്രശാന്ത് എന്ന കുരുന്നാണ് മനുഷ്യസ്നേഹത്തിന്റെ മാതൃക കാട്ടിയത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഏറ്റുവാങ്ങി. ഈ കർക്കിടകത്തിൽ എല്ലാ ആദികളും വ്യാധികളും അകറ്റുന്നതിന് വേണ്ടി വീടുകൾ കയറിയിറങ്ങുന്ന ആടിവേടൻ തെയ്യം ഇവിടെ 4 വയസ്സുകാരനായ പ്രയാൻ പ്രശാന്താണ് ഇവിടെ അതുവഴി ഓരോ വീട്ടിൽ നിന്നും സമാഹരിച്ച പണം ഡിവൈഎഫ്ഐയെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മാതൃക പ്രത്യേകിച്ച് ദുരിതകാലത്തെ അതിജീവിക്കാനുള്ള സന്ദേശമാണ് ആടിവേടൻ മുന്നോട്ട് പോകുന്നത്. വയനാട്ടിലെ ദുരിതത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഈ തെയ്യം തന്നെ ഞങ്ങളുടെ കൈകളിലേക്ക് പണം ഏൽപ്പിച്ചു എന്നുള്ളത് ഈ പ്രവർത്തനത്തിനാകെ ഒരു മാതൃകയും വെളിച്ചവുമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സി മാധവൻ, പി വൈശാഖ്, PT മോഹനൻ, K ശ്രീയേഷ്, M ഗോവിന്ദൻ, T നവീൻ, ചന്ദ്രബാനു, M അഭിന, P ശോഭിത, N അനൂപ്, K അജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.